إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതൊരു മനുഷ്യനും ഓരോ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ഒക്കെ കഴിയുമ്പോൾ അവൻ്റെ ആയുസ് തീർന്ന് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മരണത്തെ നമ്മൾ ഓർത്താലും ഓർത്തില്ലെങ്കിലും മനുഷ്യന്റെ ആയുസ് എന്നുള്ളത് നമ്മുടെ സമയമാണ്. ക്ലോക്കിൽ സെക്കൻഡ് സൂചി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് ഓടേണ്ട രീതിയിൽ മിനിറ്റും മണിക്കൂറുകളും കഴിഞ്ഞുപോയി, ദിവസങ്ങൾ കഴിഞ്ഞു, കലണ്ടറുകൾ മറിച്ച് കലണ്ടറുകൾ മാറ്റിവെച്ച് നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒരു ദുൽഖഅദ മാസത്തിന്റെ അവസാനത്തിലാണ് നമ്മളുള്ളത്. ദുൽഹിജ്ജ കഴിഞ്ഞാൽ അള്ളാഹ് പഠിപ്പിച്ച യഥാർത്ഥ മാസം അത് ചന്ദ്രമാസമാണ്. ഒരു വർഷം കൂടി പിന്നെയും കഴിഞ്ഞു. മനുഷ്യൻ അവൻ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല, അവൻ മരിച്ചു പോകേണ്ടവനാണ്. ദുനിയാവ് ശാശ്വതമല്ല, യഥാർത്ഥ ലോകം പരലോകമാണ്. അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സംവിധാനിച്ചിട്ടുണ്ട്. ഒരു മയ്യത്ത് കാണുമ്പോൾ ആ മയ്യത്ത് നമ്മുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഒരു മയ്യത്തിന്റെ വാർത്ത കേൾക്കുമ്പോൾ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മോട് വിളിച്ചു പറയുന്നത് താനും മയ്യത്താകും എന്നുള്ളതാണ്. എന്ന് പറയാൻ ആർക്കും നിശ്ചയമില്ല. മനുഷ്യന്റെ ശരീരത്തിലെ രോമങ്ങൾ, തടി രോമങ്ങൾ, തലയിലെ മുടി നരച്ചുകൊണ്ടിരിക്കുന്നു. അത് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്, പോകാൻ സമയമായിട്ടുണ്ട്. മനുഷ്യന്റെ ശരീരത്തിലെ തൊലികൾ ചുക്കിച്ചുളുങ്ങി, അത് മനുഷ്യനെ ഓർമ്മപ്പെടുത്തണം. അപ്പോഴൊക്കെ നമ്മൾ സൗകര്യപൂർവ്വം മറക്കുകയാണ്. മറക്കാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മരണത്തെ നമ്മൾ മറക്കുന്നു. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാവിധ രസങ്ങളെയും രസം കൊല്ലിയായ മരണത്തെ, തൻ്റെ ദുനിയാവിലെ രസങ്ങളും ഹരങ്ങളും തൻ്റെ കുടുംബമെന്ന സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി നാം ജീവിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, ഭർത്താവ്, ഇതെല്ലാം വിട്ട് നമ്മൾ യഥാർത്ഥ ലോകത്തേക്ക് കാലെടുത്തു വെച്ച് പോകാനുള്ള സമയമാകുന്നു. ശാരീരികമായ അവശതകൾ വരുമ്പോൾ അതും മരണത്തിലേക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്.
പക്ഷെ നമ്മളും സൗകര്യം പോലും പലപ്പോഴും നമ്മൾ മറക്കുന്നു. കണ്ണിന്റെ കാഴ്ച മങ്ങുന്നു, കണ്ണട വെക്കാൻ തുടങ്ങുന്നു. എന്റെ കാഴ്ച മങ്ങാനുള്ള കാരണം നന്നായി കണ്ടിരുന്നല്ലോ. ശരീരത്തിന് ബലഹീനത വരുന്നു, എന്തോ ഒരു തല ചുറ്റണ പോലെ ഇപ്പം ഇങ്ങനെ തോന്നുന്നു. ഡോക്ടറെ അടുത്ത് പറയണം, ഇതുവരെ ഇല്ലാത്തതാണ്. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ, 45 വയസ്സ് കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ആരോഗ്യത്തിന്റെ സ്ഥിതി ഉണ്ടാകുന്നില്ല. ഒരു ഊരവേദന തുടങ്ങുന്നു, കാലുവേദന തുടങ്ങുന്നു, എന്തൊക്കെ ഒരു ക്ഷീണവും തളർച്ചയും വരുന്നു. ഇതിന് ട്രീറ്റ്മെന്റും അതേപോലെ തന്നെ ഇതിന്റെ പരിഹാരമൊക്കെ തേടിപ്പോകുമ്പോൾ എന്താ ഇങ്ങനെ ആകാനുള്ള കാരണം? നല്ല ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ മനുഷ്യൻ സ്ഥിരതാമസക്കാരനല്ല, പോകേണ്ടവനാണ് എന്നുള്ള ഒരുപാട് അലാമത്തുകൾ, അടയാളങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യന്റെ ആ നല്ല ആരോഗ്യവും അതേപോലെ തന്നെ ആ ചൂടും ചുക്കാന്തിയും ഒക്കെ വറ്റിത്തുടങ്ങുന്നു. 35, 40, 50 വയസ്സാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹജ്ജിന്റെ 5-ാമത്തെ ആയത്തിൽ സൂറത്ത് ഹജ്ജ് തുടങ്ങുന്നത് തന്നെ ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത സാഅതി ശൈഉൻ അളീം. ഖിയാമത്ത് നാളിന്റെ ഭീകരത അത് ശൈഉൻ അളീമാണ്. ഒരു മനുഷ്യനും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, ആലോചിക്കാൻ പറ്റാത്ത ഒരു ഭീകരമായ അവസ്ഥയാണ് ഖിയാമത്ത് നാൾ. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. അല്ലാഹ് പറഞ്ഞു വെക്കുകയാണ്, യൗമ തറൗനഹാ, ഖിയാമത്ത് നാളിനെ നിനക്ക് കാണാൻ സാധിക്കും. തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, മുലയൂട്ടുന്ന പെണ്ണുങ്ങൾ, സ്ത്രീകൾ, ഉമ്മമാർ തന്റെ മാണിക്കക്കല്ലിന്, തന്റെ പിഞ്ചോമനക്ക് മുലയൂട്ടുന്ന പ്രായം നമുക്കറിയാം, 2 വയസ്സാണ്. 2 വയസ്സ് വരെയുള്ള പ്രായമാണ്. ഏത് കുഞ്ഞിനെ ഉമ്മ അവഗണിച്ചാലും 4 വയസ്സുള്ള 5 വയസ്സുള്ള കുഞ്ഞ് കരയുമ്പോൾ ചിലപ്പോൾ പോയി നോക്കിയില്ലെങ്കിലും മുലകുടി പ്രായത്തിലുള്ള തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് ഒരു അല്പം പരിധി വിട്ട് കരഞ്ഞാൽ എത്ര മീൻ കഴി വൃത്തിയാക്കുന്ന ഉമ്മയാണെങ്കിലും ഒന്ന് കൈ കഴുകിയിട്ട് പോയി നോക്കും, എന്താ കുട്ടിക്ക് പറ്റിയത്. കാരണം കരച്ചിലൊന്ന് പിടുത്തം വിട്ടാൽ ചിലപ്പോൾ അതിനെ അപകടമുണ്ടാകും. തൊണ്ട വരണ്ടിട്ടാണോ കുട്ടി കരയുന്നത് എന്നറിയില്ല, അതിന് മറ്റെന്തെങ്കിലും പ്രയാസമുണ്ടായോ? അതുകൊണ്ട് തന്നെ മുലകുടി പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ ഉമ്മമാർ, സഹോദരിമാരെ ഏറെ ശ്രദ്ധിക്കുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ ഈ ഖിയാമത്ത് നാൾ വരുന്ന സമയത്ത് തദ്ഹലു കുല്ലു മുർളിഅത്തിൻ, മുലയൂട്ടുന്ന പെണ്ണുങ്ങൾ ആ തന്റെ കയ്യിലുള്ള, തന്റെ മടിയിലുള്ള കുഞ്ഞിനെ സംബന്ധിച്ച് അശ്രദ്ധയിലാകും. അതിനൊക്കെ വലിച്ചെറിഞ്ഞിട്ട് എന്താ സംഭവം എന്നറിയില്ലല്ലോ. മനുഷ്യൻ ചോദിക്കും, ഭൂമിയുടെ അവസ്ഥ കണ്ട് മാറി മറിയുമ്പോ വഖാലൽ ഇൻസാനു മാലഹ, ഇതിനെന്ത് പറ്റി എന്ന് മനുഷ്യൻ ചോദിക്കും. അസ്വാഭാവികതകളാണ് നടക്കുന്നത്. ശാന്തമായി നമ്മൾ കിടന്നുറങ്ങിയിരുന്ന ഭൂമി, ചലിക്കാതിരുന്ന ഭൂമി ചലിക്കുന്നു. വ്യത്യസ്ത രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാകുന്നു. നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴുന്നു. കടലിൽ കത്താൻ തുടങ്ങുന്നു. ഹിംസ്ര ജീവികളെല്ലാം, കാട്ടിലുള്ള ജീവികളൊക്കെ പുറത്തു വരുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുലയൂട്ടുന്ന ഉമ്മമാർ തന്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുന്നു. തന്റെ ആരോമലായ കണ്ണിലെ കൃഷ്ണമണി പോലെ കൂടി നമ്മൾ നോക്കി വളർത്തുന്ന നമ്മളെ മക്കളെ പോലും, മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളെ പോലും ഒഴിവാക്കുന്നു. ഗർഭിണികളായ സ്ത്രീകൾ അവർ അവരുടെ പേടി കാരണം, അഥവാ ഇതിന്റെ ഭീകരത കാരണം അവർ പ്രസവിക്കുന്നു. 10-ാം മാസമാകാം, 9-ാം മാസമാകാം, കാത്തുക്കണ പ്രശ്നമില്ല. ഗർഭിണികൾ അവർ ഗർഭം താഴെ വെക്കുന്നു എന്നർത്ഥം. ജനങ്ങളെ മത്ത് ബാധിച്ചവരായി കാണാൻ സാധിക്കും. ജനങ്ങളൊക്കെ ഒരു മത്ത് ബാധിച്ചവർ, എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല, എന്താ പറ്റിപ്പോയതെന്ന് അറിയില്ല. എല്ലാവർക്കും എന്തോ ഒരു എല്ലാവരും മത്തന്മാരായിക്കൊണ്ട്, കള്ളു കുടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടോ മത്തന്മാരായതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ ഹും ബിസുകാറ വലാകിന്ന അദാബല്ലാഹി ശദീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഠിനകഠോരമായ ശിക്ഷ കാണുമ്പോൾ അത് കണ്ടിട്ട്, ഇതിന്റെ ഭീകരത കണ്ടിട്ട് മത്തന്മാരായതാണ്. അപ്പൊ ഖിയാമത്ത് നാളിന്റെ ഭീകരത അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം. എന്നിട്ട് ഇതിനെ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ? എങ്ങനെയാണ് മരണത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിലേക്ക് ചേർന്നിട്ടുള്ള ശരീരങ്ങളെ, കോടാനുകോടി മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാ പുനർജനിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന മണ്ടന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒന്നുമില്ലാത്തതിൽ നിന്നും 50 വർഷം മുമ്പ്, 100 വർഷം മുമ്പ്, 1000 വർഷം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു?
നമ്മുടെ മക്കൾ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന മക്കൾ 50 വർഷം മുമ്പ് എവിടെയായിരുന്നു? 100 വർഷം മുമ്പ് നമ്മളൊക്കെ എവിടെയായിരുന്നു? ഒന്നുമില്ലാത്തതിൽ നിന്നും നമ്മൾ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബിന് ആ മണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ ഒരു പണിയുമില്ല, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നിഷേധിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു പറയാണ്, യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ് ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ. ജനങ്ങളെ, നിങ്ങൾ ഈ പുനരുദ്ധാരണ നാളിനെ കുറിച്ച് ചുടലക്കളങ്ങളിൽ നിന്നും സെമിത്തേരികളിൽ നിന്നും പള്ളിക്കാടുകളിൽ നിന്നും ശ്മശാനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ആ അന്തരീക്ഷങ്ങളിൽ കത്തിക്കരിഞ്ഞ് വിമാനങ്ങൾ പൊട്ടിത്തെറിച്ച് അതേപോലെ തന്നെ മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ട് ലയിച്ചു ചേർന്നവരും എല്ലാവരും വരുന്നൊരു ദിവസമുണ്ട്. ബർസഖിൽ നിന്നും കത്തിച്ച് ചാമ്പലാക്കി ഗംഗയിലോ യമുനയിലോ എവിടെ ഏതെങ്കിലും പുഴകളിലോ ഒഴുക്കിയവരും എല്ലാവരും വരുന്നൊരു ദിവസമുണ്ട്. ഫഇന്ന ഖലഖനാകും മിൻ തുറാബിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ഈ പുനരുദ്ധാരണ നാളിനെ അതിനെ സംബന്ധിച്ച് നിങ്ങൾ നിഷേധിക്കുകയാണോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? ഫഇന്ന ഖലഖനാകും മിൻ തുറാബിൻ, മണ്ണിൽ നിന്നാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്. അഥവാ ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിച്ചതിന് ശേഷം ആദമിന്റെ വാരിയല്ലിൽ നിന്നും നമ്മുടെ ഉമ്മയെ ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചു. ആദമിന്റെ വാരിയിൽ നിന്നും സൃഷ്ടിച്ചു എന്നാ പറഞ്ഞത്. അതിന്റെ മുകളത്തെ വാരിയല്ലിൽ നിന്നാണ് സൃഷ്ടിച്ചത്, കുറച്ച് വളവുള്ളതിൽ നിന്നും ഇന്ന്. എന്നിട്ട് ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നും ആ ഇണകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ മിൻ നുത്ഫത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ ഉളഖത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ ലിനുബയ്യിന ലക്കും. അത് ബീജമായി, പിന്നെ അത് ഭ്രൂണമായി, മാംസപിണ്ഡമായി. ആ മാംസപിണ്ഡത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംവിധാനിക്കേണ്ട രൂപത്തിൽ സംവിധാനിച്ചു. വനുകിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജൽ മുസൽമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച അത്ര സമയം ഗർഭാശയത്തിൽ പിന്നെ അതിനെ സംവിധാനിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്ഭുതകരമായ ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സംവിധാനമാണ് മാതാവിന്റെ ഗർഭാശയം. അവിടെ സംവിധാനിച്ചവരാണ് അല്ലാഹു. ഗർഭാശയത്തിന് തുല്യമായി എത്ര ശാസ്ത്രം പുരോഗമിച്ചാലും അതുപോലൊരു പാത്രം ഉണ്ടാക്കാൻ ശാസ്ത്രത്തിന് സാധ്യമല്ല. അതിലുള്ള എല്ലാ സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. സുമ്മ നുഖ്രിജുകും തിഫ്ല, പിന്നെ കുഞ്ഞായിക്കൊണ്ട് നിങ്ങളെ പുറത്തെടുക്കുന്നു. സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും, പിന്നെ നിങ്ങൾ എന്താകുന്നു? നിങ്ങൾ ആരോഗ്യന്മാരാകുന്നു, ആരോഗ്യ ദൃഢഗാത്രന്മാരായ ആളുകുന്നു. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപടിയായി, റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം അതാണ്, പടിപടിയായി വളർത്തുന്നു. ഓരോ സമയത്തും കൊടുക്കേണ്ടത്, ഓരോ സമയത്തും മനുഷ്യന്റെ ശരീരത്തിൽ എന്ത് വളരണം, എന്ത് വളരേണ്ടതില്ല എന്ന് മനസ്സിലാക്കി പടിപടിയായി വളർത്തുന്നു. വമിൻകും മൻ യുതവഫ വമിൻകും മൻ യുറദ്ദു ഇലാ അർദിൽ ഉംർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അർദിൽ ഉംർ അഥവാ നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ശൈശവദശയിൽ തന്നെ പ്രാരംഭ കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. വമിൻകും മൻ യുതവഫ വമിൻകും മൻ യുറദ്ദു ഇലാ അർദിൽ ഉംരി ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ വയസ്സേറെ ചെന്ന് മരണപ്പെടുന്ന ആളുകളുണ്ട്. അഥവാ ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ, എല്ലാം അറിഞ്ഞതിന് ശേഷം അവന് വിവരമുണ്ടായിരുന്നു, വിദ്യാഭ്യാസമുണ്ടായിരുന്നു, അതേപോലെ തന്നെ ബുദ്ധിയുണ്ടായിരുന്നു, ചിന്തയുണ്ടായിരുന്നു. പക്ഷേ വയസ്സങ്ങോട്ട് ചെന്ന് 60, 70, 80 ആയപ്പോ ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ, ഒന്നും അറിയാത്തതിലേക്ക്. ഒന്നും അറിയില്ല. കുഞ്ഞുങ്ങളെ പോലെ തന്നെ 2 വയസ്സുള്ള 1.5 വയസ്സുള്ള കുഞ്ഞിനെ പോലെ തന്നെ നിന്ന നേപ്പില് മൂത്രമൊഴിക്കുകയാണ്, കൊടുക്കുന്ന മരുന്ന് ഛർദ്ദിക്കുകയാണ്, അല്ലെങ്കിൽ തുപ്പിക്കളയുകയാണ്. ആരോടെന്ത് സംസാരിക്കണമെന്ന് അറിയില്ല. കുഞ്ഞിനെ പോലെ തന്നെ നടക്കാൻ കഴിയുന്നില്ല, വേറൊരാളെ സഹായം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ജീവചക്രം വീണ്ടും തിരിച്ചു. ഒന്നുമില്ലാത്ത, അറിവില്ലാത്തയിലേക്ക്, ശരീരത്തിന് ബലമില്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്ന ആളുകളുണ്ട്. വതറൽ അർള ഹാമിദതൻ, റബ്ബ് പറയുകയാണ്, വതറൽ അർള ഹാമിദതൻ, നിനക്ക് ഭൂമിയെ കാണാം, എങ്ങനെ വിണ്ടുകീറിയ ഭൂമി. ഫൈദാ അൻസൽനാ അലൈഹൽ മാഅ, അങ്ങനെ അല്ലാഹു അതിലേക്ക് മഴ വർഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിണ്ടുകീറിയ ചത്തുണങ്ങിയ ഭൂമി ഇഹ്തസ്സത്, അത് ഇളകാൻ തുടങ്ങുന്നു. വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്, അത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. വിണ്ടുകീറിയ ചത്തുണങ്ങിയ വരണ്ടുണങ്ങിയ ഭൂമി, അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിപ്പിക്കുമ്പോൾ അത് സജീവമാകുന്നു. വ്യത്യസ്ത രീതിയിലുള്ള ചെടികൾ ഉണ്ടാകുന്നു, പച്ചക്കറികൾ ഉണ്ടാകുന്നു, കൃഷി ഉണ്ടാകുന്നു, എല്ലാം ഉണ്ടാകുന്നു. ഒരേ വെള്ളം, ഒരേ ഭൂമി.
എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന് ജീവിക്കാൻ പറ്റിയ എല്ലാ വിഭവങ്ങളും കണ്ണിന് ആനന്ദകരമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സജീവമാക്കുന്നു. ചത്തുണങ്ങിയ ഭൂമിയെ ഉൽപ്പാദിപ്പിക്കുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ ഒന്നുമില്ലാത്തതിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ച് ആ രീതിയിൽ മനുഷ്യന്റെ സൃഷ്ടിചക്രം തിരിക്കുന്ന വ്യക്തി ആരാണ്? ശക്തി ആരാണ്? അല്ലാഹു. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ മനുഷ്യനെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, മനുഷ്യനെ ഈ ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യന്മാർക്കും ആയുസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ ഓർക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, നിങ്ങൾ മരണത്തെക്കുറിച്ച് ഏറെ ഓർത്തുകൊണ്ടിരിക്കണം. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാവിധ രസങ്ങളെയും എല്ലാവിധ സന്തോഷങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ആ മരണത്തിന് ശേഷമുള്ള ലോകത്തേക്ക് വേണ്ടി എന്ത് ഒരുക്കി വെച്ചു, എന്താണ് കൊണ്ടുപോകാനുള്ളത് എന്ന് ഓരോരുത്തരും നോക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളത്തേക്ക് വേണ്ടി എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഇന്നങ്ങ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് വേണ്ടി, തന്റെ ഖബറിലേക്ക് വേണ്ടി എന്താ മനുഷ്യന്മാരെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ ഖബറിൽ സമാധാനത്തോടുകൂടി ആ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിച്ചുകൊണ്ട് കിടക്കാൻ എന്താണ് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോ പെണ്ണും ഓരോ ആണുകളും വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി എന്താ മുൻകൂട്ടി വെച്ചിട്ടുള്ളത്, ഒരുക്കി കൂട്ടി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നോക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണത്തെക്കുറിച്ച് ഓർക്കണം. ആ മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ് നല്ല മരണം കിട്ടാനും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നല്ല ഒരുക്കം നടത്താനും കാരണമായിട്ടുള്ളത്. അത് വിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. അതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ, അശ്രദ്ധ വെടിയാണ്. നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. രാവിലെ ആകുന്നു, പിന്നെ വൈകുന്നേരമായി, പിറ്റേന്ന് രാവിലെ ആകുന്നു. മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കഴിയുമ്പോഴും പരലോകത്തിന് വേണ്ടി എന്താണ്, ഈ ദുനിയാവിന്റെ രസങ്ങളും ഹരങ്ങളിലും ജീവിക്കുമ്പോൾ എന്താണ് പരലോകത്തിന് വേണ്ടി ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത്? അശ്രദ്ധയിൽ ജീവിക്കുന്നതിന് പകരം ഇതൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് തന്റെ ഇബാദത്തുകൾ, തന്റെ നമസ്കാരം, അതേപോലെ തന്നെ തന്റെ രഹസ്യ ജീവിതം, പരസ്യ ജീവിതം ഒക്കെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലാണോ? മാലിക് യൗമുദ്ദീൻ എന്ന് നമ്മൾ ഏത് സമയത്തും പാരായണം ചെയ്യുമ്പോൾ ആ പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് പോകാനിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതിനുവേണ്ടിയുള്ള പണിയെടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നോക്ക്, നിങ്ങൾ അക്രമികളായ, മരണത്തെക്കുറിച്ച് പേടിയില്ലാത്ത, ബോധമില്ലാത്ത ആളുകളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞു, ദർഹും, നീ അവരെ ഉപേക്ഷിക്കുക. യഅകുലു വയതമത്തഉ വയുൽഹിയുൽ അമൽ, അവര് തിന്നട്ടെ, ആസ്വദിക്കട്ടെ. ദുനിയാവ് അവർ ആസ്വദിക്കുകയാണ്. ഹറാമും ഹലാലും നോട്ടില്ല. ദുനിയാവിൽ ആസ്വദിച്ച് തീർക്കണം. ലിബറൽ ജീവിതങ്ങൾ നടത്തണം. തന്റെ വസ്ത്രധാരണ എങ്ങനെയാണെന്നുള്ള പ്രശ്നമില്ല. തന്റെ മാതാപിതാക്കളോട് എങ്ങനെയാണ് അവർ പ്രവർത്തിക്കേണ്ടത്, തന്റെ രഹസ്യ ജീവിതം ശുദ്ധമാക്കണം. ഒന്നുമില്ല, സമ്പാദിക്കണം, കുറെ സമ്പാദിക്കണം, അടിച്ചുപൊളിച്ച് ജീവിക്കണം. അത് മാത്രമാണ്. കന്നുകാലികളെ പോലെ അവർക്ക് ഇതേ അജണ്ടയുള്ളൂ. കന്നുകാലികൾക്ക് ഈ ദുനിയാവിലെ ജീവിതം മാത്രമേ അജണ്ടയുള്ളൂ. വലിയ പ്രതീക്ഷയിലാണ് അവർ. ഫസൗഫ യഅലമൂൻ, അവർ അറിയുക തന്നെ ചെയ്യും. അവർക്ക് അറിയാനിരിക്കുന്നേ ഉള്ളൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹിജ്റിന്റെ 3-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷമുള്ള ലോകമാണ് യഥാർത്ഥ ലോകം. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. ഇവിടെ ഒരാൾക്കും കാലാകാലം ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇബ്നു ദഖായിഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മൻ അക്സറ ദിക്റൽ മൗതി അക്രമഹുല്ലാഹു ബിസലാസിൻ, മരണബോധത്തോടുകൂടി തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, കച്ചവട രംഗത്താകട്ടെ, രഹസ്യ ജീവിതത്തിലാകട്ടെ, പരസ്യ ജീവിതത്തിലാകട്ടെ, തന്റെ സ്വഭാവത്തിലും തന്റെ ഇടപാടിലുമാകട്ടെ, എവിടെയും മരിച്ചു പോകണം എന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു അയാളെ അനുഗ്രഹിക്കും. മരണബോധത്തോടു കൂടി ജീവിക്കുന്ന, മരണം അത് വരാനിരിക്കുന്നതാണ്. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ, അതിപ്പോഴല്ല, അപ്പം നോക്കാം എന്നുള്ള നിലയ്ക്കല്ല. ഏത് സമയത്തും മരണബോധത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നതാണ്. എന്താണ് മഹാനവറുകൾ പറയുന്നത്? ബിതഅജീലി തൗബ, ഏത് സമയത്തും തൗബ ചെയ്യും. ഏത് സമയത്തും തൗബ ചെയ്യും. കാരണം എപ്പോഴാണ് മരിക്കാന്ന് അറിയില്ല. അതുകൊണ്ട് തൗബ നിരന്തരമായ ആളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇസ്തിഗ്ഫാർ ഉണ്ടാകും. പടച്ചറപ്പിനോട് പൊറുക്കാൻ, തെറ്റുകൾ ഏറ്റുപറയാൻ, ഓരോ ദിവസവും കിടന്നിറങ്ങുന്ന സമയത്ത്
എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്, ഇന്ന് എന്തൊക്കെയായിരുന്നു എൻ്റെ പ്രവർത്തനം? ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ? ആരെങ്കിലും മനസ്സ് വേദനിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ആരുടെയെങ്കിലും അഭിമാനത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? തന്റെ ഭാര്യയോട്, ഭർത്താവിനോട്, മാതാപിതാക്കളോട്, അമ്മായിമ്മയോട്, മരുമകളോട്, മരുമക്കളോട്, സഹജീവികളോട്, തന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോട്, ഇങ്ങനെ ഓരോരുത്തരും ഹാസിബു ഖബലൻ തുഹാസബു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? അള്ളാഹു നിങ്ങളെ വിചാരണക്കെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായി വിചാരണ ചെയ്യൂ, പരിക്ക് പറ്റിയത് നിങ്ങൾ പരിഹരിക്കൂ. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കാൻ, തൗബ ചെയ്യാൻ അയാള് സമയം കണ്ടെത്തും. മരണബോധമുള്ള ആള് കൂടുതൽ തൗബ ചെയ്യുന്ന ആളായിരിക്കും. രണ്ടാമത് എന്താണ് അള്ളാഹു അയാളെ ആദരിക്കുന്നത്? രണ്ടാമത്തെ വിഷയം എന്താണ്? വഖനാഅത്തിൻ ഫിൽ ഖൽബി, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സുണ്ടാകും. ദുനിയാവിനോടുള്ള അടങ്ങാത്ത ആർത്തി എത്ര കിട്ടിയാലും പോരാ. അത്യാവശ്യം നല്ല നിലയ്ക്ക് ജീവിക്കാനുള്ള, സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സ്ഥിതിയുണ്ട്, കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്, തന്റെ കയ്യിൽ ഏകദേശം നല്ല നിലയ്ക്ക് തന്റെ കുടുംബത്തിനും അതേപോലെ തന്നെ നന്നായി ജീവിക്കാനുള്ള സമ്പത്തൊക്കെ ഉണ്ട്. എന്നാലും പോരാ, അടുത്തത് തുടങ്ങണം. അപ്പൊ അതിന് 50 ലക്ഷം കടം വാങ്ങി, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ കൂട്ടി, എന്നിട്ട് കുറെ ബാധ്യതകൾ വരുത്തി വെച്ചു, എന്നിട്ട് കുറെ ടെൻഷൻ പേറുന്ന അവസ്ഥ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ആവശ്യമില്ലാത്ത ടെൻഷൻ തലയിൽ വെക്കുന്ന ആൾക്കാർ ദുനിയാവിന് വേണ്ടിയിട്ടാണ്. നല്ല നിലയ്ക്ക് ജീവിക്കാൻ മഈശത്ത് കൊടുത്ത ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഗവൺമെന്റ് ജോലി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ജോലി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് സംവിധാനമുണ്ട്. എന്നാലും പോരാ, അവന് വീണ്ടും വെട്ടിപ്പിടിക്കണം, സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കണം. എന്നാൽ മരണബോധമുള്ള മനുഷ്യന് എന്തപ്പോ കുറെ ഉണ്ടാക്കിയിട്ട് നല്ലക്ക് ജീവിക്കാനും എന്റെ മക്കൾക്ക് ജീവിക്കാനും മക്കളൊക്കെ നല്ലൊരു സ്ഥിതിയിലെത്തിയിട്ടുണ്ട്. ഇനി എവിടേക്ക നല്ലക്ക് നിസ്കരിച്ച് നോമ്പോറ്റ്, അതേപോലെ തന്നെ യഥാർത്ഥ ലോകം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, കുറച്ച് ഖുറാനൊക്കെ ഓതി അദ്കാരൊക്കെ ഓതി സ്വസ്ഥമായിട്ട് ദീനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ പറഞ്ഞേക്കാം. ഇനി എവിടേക്കായി ഉണ്ടാക്കണത്? അതെന്താണെന്നറിയോ? അത് മരണബോധത്തെക്കുറിച്ചുള്ള ഓർമ്മയുള്ളവനുണ്ടാവുന്ന ചിന്തയാണ്. ആ ഒരു തൗഫീഖാണ് സഹോദരന്മാരെ. അതാണ് ഇവിടെ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണബോധമുള്ള ആളുകളെ 3 കാര്യം കൊണ്ട് ആദരിക്കും. അയാൾ തൗബ ചെയ്യും, അതേപോലെ തന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. മൂന്നാമത്തത് നശാത്തിൻ ഫിൽ ഇബാദ, അയാൾ ചെയ്യുന്ന ഇബാദത്തിൽ ഉന്മേഷവാനായിരിക്കും. ഇബാദത്ത് എങ്ങനെ ചെയ്യണ്ടാവും? ഇബാദത്ത് നിസ്കരിക്കുന്നു, അങ്ങനെ നിസ്കരിക്കുന്നു, അതൊരു കടമ നിർവഹിക്കൽ മാത്രമാണ്. 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, പള്ളിയിൽ വരുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണ്ടോ? അവനും ഖുർആനും യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഇബാദത്തുകളൊക്കെ ഉന്മേഷമില്ലാതെ, തന്റെ കൽബറിയാത്ത നിസ്കാരങ്ങൾ, തന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താത്ത ഇബാദത്തുകൾ, അതങ്ങനെ ഡെയിലി നിർവഹിച്ചു പോകുന്നുണ്ട്. അതല്ല, ഇബാദത്തിൽ ഉന്മേഷമുണ്ടാകും, ഇബാദത്തുകളിൽ ഉന്മേഷമുണ്ടാകും. എന്നാൽ മൻ നസിയൽ മൗത വഅഖബഹു അല്ലാഹു ബിസലാസിൻ, ആരെങ്കിലും മരണത്തെ മറന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ കൊണ്ട് അവനെ ശിക്ഷിക്കും. മരണബോധമില്ല, മരിക്കണം എന്നുള്ള ചിന്തയില്ല, ദുനിയാവിന്റെ രസങ്ങളിലും ഹരങ്ങളിലും അങ്ങനെ ജീവിച്ച് തീർക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 3 കാര്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ ശിക്ഷിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയാണ്? തൗബ ചെയ്യാന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല. ഹറാമുകൾ ചെയ്ത് മോശപ്പെട്ട ജീവിതം നയിക്കുമ്പോഴും പടച്ചോനെ ഇതൊക്കെ പടുതെറ്റുന്നു, പടച്ചോന്റെ അടുത്ത് പോകാൻ പറ്റൂലല്ലോ, പടച്ചോ എനിക്ക് പുറത്തിരണല്ലോ എന്ന ചിന്തയില്ല. തൗബ ചെയ്യുന്ന വിഷയത്തിൽ ലവലേശം ചിന്തയില്ല. ദുനിയാവിൽ വീണ്ടും വീണ്ടും കിട്ടാനുള്ള ആർത്തിയാണ്. കിട്ടിയത് കൊണ്ട്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സില്ല. കാരണം ദുനിയാവ് കുറെ ഉണ്ടാക്കണം, ദുനിയാവിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കണം. ഇബാദത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇബാദത്തുകളിൽ ഒരു കടമ നിർവഹിക്കലും അതേപോലെ തന്നെ ചിലപ്പോൾ നിസ്കാരം നഷ്ടപ്പെടും, ചിലപ്പോൾ നിസ്കാരത്തിന്റെ സമയം തെറ്റും. നിസ്കാരത്തിലെ സമയം തെറ്റിനൊരു വേദന ഉണ്ടാവില്ല. ഒരു മുഅ്മിനായ മനുഷ്യന് നിസ്കാരത്തിലെ സമയം തെറ്റല്ലോ, വേദന ഉണ്ടാവും. അസറിന്റെ സമയമായി, ഞാൻ നിസ്കരിച്ചിട്ടില്ല, സമയം തെറ്റാൻ പോവുകയാണ്, മഗ്‌രിബിന്റെ സമയം തെറ്റാൻ പോവുകയാണ്, ഇതില്ല, നിസ്കരിക്കാന്ന്. സുബഹി കുറച്ച് വൈകിയിട്ടുണ്ടെങ്കിൽ പള്ളിക്ക് ഏതായാലും വന്നില്ല, കുറച്ച് വൈകിപ്പോയി, എന്നാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കട്ടെ, അതിന് കുറച്ചുകൂടി കഴിക്കട്ടെ, ഒരു 7 മണിക്ക് നിസ്കരിക്കാം, 7:30 മണിക്ക് നിസ്കരിക്കാം. അപ്പോ ആ ഒരു അവസ്ഥയായിരിക്കും ചില മനുഷ്യന്മാർക്ക്. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, മരണത്തെക്കുറിച്ച് ബോധമുണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹു അങ്ങനെയുള്ള മുഅ്മിനീങ്ങളായ ആളുകൾക്ക് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. സഹോദരന്മാരെ, 2 മരണമേ ഉള്ളൂ. സന്തോഷത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖങ്ങളുമായി കൊണ്ട് ആ മുഅ്മിനായ മനുഷ്യന്റെ അടുക്കൽ അല്ലാഹുവിന്റെ മലക്കുകൾ വരുന്നു, മലക്കുൽ മൗത്ത് വരുന്നു.
ഒരു നല്ല കൂജയിൽ നിന്നും വെള്ളം പുറത്തിറങ്ങുന്ന പോലെ തട്ടുതടവില്ലാതെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ പൊതിഞ്ഞെടുത്ത് സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പുതപ്പിൽ പൊതിഞ്ഞെടുത്ത് വല്ലാത്ത സുഗന്ധമാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ മലക്കുകൾ ആ ആത്മാവിനെ ഒന്നാമത്തെ ആകാശം കഴിഞ്ഞ് 2, 3, 4, 7 കഴിഞ്ഞിട്ട് പടച്ചറബ് സുബ്ഹാനഹു വ തആലയുടെ നല്ല മനുഷ്യന്മാരുടെ പേരുകൾ എഴുതി വെക്കുന്ന പലകയിൽ അദ്ദേഹത്തിന്റെ പേര് എഴുതി വെച്ച് അദ്ദേഹത്തോട് ഖബറിൽ അദ്ദേഹത്തിന് ചോദ്യമുണ്ട്, അതിന് അദ്ദേഹത്തിന് മറുപടിയുണ്ട്. നല്ലൊരു ഖബർ ജീവിതമാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക, സ്വർഗീയമായ അനുഭൂതികളാണ് ഉണ്ടാവുക എന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ള നല്ലൊരു മരണമുണ്ട്. ഇതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഭീകരമായ മരണവുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. നമ്മുടെ പള്ളിക്കാടുകളിൽ അല്ലെങ്കിൽ ബർസഖി ലോകത്ത് രണ്ടേ അനുഭവങ്ങളെ ഒന്നുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള തോട്ടമാണ്, സ്വർഗത്തിലെ അനുഭൂതികളാണ് ഖബറിലുള്ളത്. രണ്ടാമത്തത് ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ, നരകക്കുഴിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയുണ്ടായി. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ ഖബറ് നന്നാവണം. എന്നാ ഖബറ് ഇന്നാകും, ചിലപ്പോ ഇന്നാകും. എന്തിനാ ഇനി വെക്കണ്, നാളത്തേക്ക് എന്തിനാ ഇനി വെക്കണെന്ന് ചോദിക്കും. എന്താ നാളത്തേക്ക് വെച്ചിട്ട്, എന്നാ പിന്നെ മഗ്‌രിബിന്റെ ശേഷം എടുക്കുക എന്ന് പറയും. അപ്പൊ വിദൂരമല്ല പ്രിയമുള്ളവരെ, വിദൂരമല്ല അതൊന്നും. അതുകൊണ്ട് ഈ മരണബോധത്തിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. മരണബോധം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. മയ്യത്ത് നമസ്കാരത്തിന് പോവുക, ഖബറിടങ്ങൾ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഖബറിടങ്ങൾ ശ്രദ്ധിക്കണം, ഖബറിടങ്ങൾ നിങ്ങൾ സന്ദർശിക്കണം. അതാണ് നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹാ ഫഇൻഹാ തുദക്കിറുകുൽ മൗത്ത്. നിങ്ങൾക്ക് ഞാൻ ഖബർ സിയാറത്ത് നിഷേധിച്ചിരുന്നു, നിങ്ങൾ ഖബർ സിയാറത്ത് പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇസ്ലാമിന്റെ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് പാടില്ല എന്ന് പറഞ്ഞു. കാരണം എന്തേ? ഖബറാളികളിലൂടെയാണ് ഇസ്ലാമിലേക്ക് ശിർക്ക് വന്നിട്ടുള്ളത്. ഖബറാളികളെ വിളിച്ചു പ്രാർത്ഥിക്കുക, ഖബറാളികൾക്ക് മഹത്വമുണ്ട് എന്ന് പറയുക, മഹാന്മാരുടെ ഖബറുകൾ സന്ദർശിക്കുകയും എന്നിട്ട് അവരോട് ആപത്ത് മുസീബത്തുകൾ പറയുകയും ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും സഹായം ചോദിക്കുകയും ഖബറ് കെട്ടിപ്പൊക്കുകയും അതേപോലെ തന്നെ അവിടെ ചാറുമൂടുകയും മുത്തുകയൊക്കെ ചെയ്യുന്ന ഇന്നത്തെ ശിർക്കിന്റെ ആളുകളുടെ, യൂത ക്രിസ്ത്യാനികളുടെ പ്രവർത്തനം, അതേ പ്രവർത്തനം ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരുടെ വിശ്വാസ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനമാണ് ഖബർ എന്നുള്ളത് കൊണ്ട് തന്നെ വിശ്വാസം ഒന്ന് ഉറക്കാൻ കാത്തുന്ന റസൂലുള്ളാഹി സഹാബത്തിന് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി വിശ്വാസം ഉറച്ചതിന് ശേഷം, അതെ ഞാൻ നിങ്ങൾക്ക് ഖബർ സിയാറത്ത് പാടില്ല എന്ന് പറഞ്ഞിരുന്നു, അലാ ഫസൂറുഹ, അത് നിങ്ങൾ സന്ദർശിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ നിങ്ങൾ ഖബർ സിയാറത്ത് നടത്തിയിട്ട് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാകും, അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർക്കാൻ അത് നല്ലതാണ്. എന്റെ സഹോദരനായിരുന്നു, എന്റെ കൂടെ നമസ്കരിച്ച, എന്റെ കൂടെ ബിസിനസ് നടത്തിയ, അല്ലെങ്കിൽ തന്റെ ഭാര്യ, തന്റെ ഭർത്താവ് എന്റെ കൂടെ ജീവിച്ച ആളാണ്, ഇന്നിപ്പോ ഖബറിലാണ്. അതുപോലെ ഞാനും കെടുക്കാനുള്ളതാണ്, എന്നെയും മനുഷ്യന്മാരെ കെടുത്തിയിട്ട് തിരിച്ചു പോരും. അതുകൊണ്ട് നിങ്ങൾ ഖബർ സന്ദർശിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്, ആ മരണത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം. ഏത് പ്രവർത്തനങ്ങളും ഏത് കൊള്ളക്കെടുക്കളിൽ നമ്മൾ ഏർപ്പെടുന്ന സമയത്തും മരിച്ചു പോകാനുള്ളതാട്ടോ എന്നൊരു ചിന്ത എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഉണ്ടാകണം. ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പരലോകം നന്നാകാനുള്ള, ഖബർ നന്നാകാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹിന്റെ അടുത്ത് കിട്ടും. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. നമ്മളറിയാതെ തന്നെ ദിവസങ്ങളും മാസങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകം നന്നാകുന്ന, ഖബർ നന്നാകുന്ന, മരണം നന്നാകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിന്റെ 99-100 ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്.
പരലോകം മറന്ന ദുനിയാവിന്റെ ആളായി ജീവിച്ച ആളുകൾ ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത്, അയാളുടെ അജണ്ടയിൽ അങ്ങനെ ഒരു മരണമേ ഇല്ലായിരുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരേ ഒരു സത്യമേ ഉള്ളൂ. അതെന്താണ്? മരിക്കുന്നുള്ള സത്യം. ജനിച്ചവനാണെങ്കിൽ മരിക്കുന്നുള്ള സത്യമാണ്. കല്യാണം കഴിക്കും, നല്ലൊരു വീട് വെക്കും, നല്ലൊരു വാഹനം വാങ്ങും, മക്കളുണ്ടാകും, ദുനിയാവിൽ ഇന്ന് നേടും എന്നൊന്നും ഉറപ്പില്ല. ഉറപ്പുള്ള ഒരേ സംഗതിയേ ഉള്ളൂ, മരിക്കും എന്നുള്ളത്. പക്ഷേ ആ ഏറ്റവും ഉറപ്പുള്ള സംഗതി മാത്രം മറന്നു. ഏറ്റവും ഉറപ്പുള്ള സംഗതി മാത്രം പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മറന്നു ജീവിച്ചു. അങ്ങനെ ഒരുത്തൻ ഹത്താ ഇദാ ജാഅ അഹദുൽ മൗത്ത്, അവൻ ആഗ്രഹിക്കാത്ത, അവനേറെ വെറുക്കുന്ന ആ അതിഥി അവന്റെ അടുക്കലേക്ക് എത്തി. എവിടുന്ന് എത്തും? വീട്ടിൽ നിന്നാണോ? വീട്ടിൽ നിന്ന് പറയാൻ പറ്റൂല. നാട്ടിൽ നിന്നാണോ? അതും പറയാൻ പറ്റൂല. വേറെ ഏതേ നാട്ടിലേക്ക് പോയിട്ടാണോ? അവിടെ നിന്നാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് അവന് കൊണ്ടുപോകും. ഏതെങ്കിലും ഹൈവേന്റെ ഓരത്ത് വണ്ടി തട്ടി വീണ് പിന്നെ ആരോ കണ്ടതാണോ? അങ്ങനെയാകാം. ഏതെങ്കിലും വെള്ളത്തിലാണോ? അങ്ങനെയുമാകാം. ഒന്നും പറയാൻ പറ്റൂല. സമയം എത്തിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് മണ്ണിൽ നിന്നാണ് പിടിക്കേണ്ടത് അവിടേക്ക് അല്ലാഹു എത്തിക്കും. ജഅല ലഹു ഹാജ, അവൻ അവിടേക്ക് ഒരു കാരണം ഉണ്ടാക്കിയെടുക്കും. എന്തിനാ അയാൾ ഇങ്ങോട്ട് വന്നത്? മരിക്കാൻ. എന്തിനാ അയാൾ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയം എത്തിയിട്ടുണ്ട്. ആ നിശ്ചയിച്ച സമയത്തിന് ഇന്ന സ്ഥലത്ത് അയാൾ എത്തണം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കും. അങ്ങനെ എത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്ത്? ഈ പറയപ്പെട്ട ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും മുഅ്മിന് എവിടുന്നും മരിക്കാം, ഏത് നാട്ടിൽ നിന്നും മരിക്കാം. കേരളത്തിൽ നിന്നും മരിക്കാം, കേരളത്തിൽ നിന്ന് പുറത്തുനിന്നും മരിക്കാം, ഏത് സ്ഥലത്തുനിന്നും മരിക്കാം. മുഅ്മിനാണോ അവനക്ക് സന്തോഷമാണ്, നല്ല മരണമാണ്, നല്ല മരണത്തിലാണ്. അത് വെള്ളത്തിലാണെങ്കിലും അല്ലാത്തടത്താണെങ്കിലും എവിടെയാണെങ്കിലും അവന് സന്തോഷകരമായ മരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിലേക്ക്, അവന്റെ മലക്കുകൾ അവനെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോവുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ പരലോകം അത് ജീവിതത്തിൽ അജണ്ടയെ അല്ല, മരിക്കും എന്നുള്ളത് ചിന്തയില്ല. അങ്ങനെയുള്ള ചില ആളുകൾ, അങ്ങനെയുള്ള മഹാഭൂരിപക്ഷം ആളുകൾ ഹത്താ ഇദാ ജാഅ അഹദുൽ മൗത്ത്, അങ്ങനെയുള്ള ഒരുവന്റെ അടുക്കിലേക്ക് മരണം എത്തുന്ന സമയത്ത് ഖാല, അവൻ പറയും, റബ്ബി ഇർജിഊൻ, പടച്ചോനെ ഒന്ന് മടക്കിക്കൊണ്ട റബ്ബേ. എന്തിനാ മടക്കി തരേണ്ടത്? ഒരു ബിസിനസ് കൂടി ഏറെ തുടങ്ങാനാ? കുറച്ചുകൂടി ആസ്വദിക്കാനാണോ? അല്ലെങ്കിൽ എന്റെ വീട് കുടിയിരിക്കാനായിട്ടുണ്ട്, ഹൗസ് വാമിങ്ങിനായിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം? അതൊന്നുമല്ല. അപ്പോ യഥാർത്ഥ ലോകം അവന് മനസ്സിലായപ്പോ ദുനിയാവ് അവന് പ്രശ്നമല്ല. ഭാര്യന്റെ ഒപ്പം ഒന്നുകൂടി കെടുക്കട്ടെ, ഒന്നും കൂടി ഞാൻ ഭാര്യനോടൊന്ന് സംസാരിക്കട്ടെ എന്നാണ്. ഒന്നുമില്ല. അവനക്ക് ഭാര്യയും വേണ്ട, ഭർത്താവും വേണ്ട, ആരും വേണ്ട. അവന് മക്കളും വേണ്ട, ആരും വേണ്ട. അവൻ പറയണത് പടച്ചോനെ കുറിച്ച് സമയം കൊണ്ട് ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ നഷ്ടപ്പെടുത്തിയ അമൽ സാലിഹാത്ത് ഞാൻ ചെയ്തോളാം റബ്ബേ. അപ്പൊ എനിക്ക് ബോധ്യം വന്നു. സഹോദരന്മാരെ, സക്കറാത്തിൽ മൗത്ത് ആകാൻ കാത്തുക്കണ്ട ഈ ബോധ്യം വരാൻ എനിക്കും നിങ്ങൾക്കും, ഞാൻ നിങ്ങളോടാ പറയണത്. സക്കറാത്തിൽ മൗത്ത് ആകാൻ കാത്തിരിക്കേണ്ട ഈ ബോധ്യം വരാൻ. സക്കറാത്തിൽ മൗത്ത് ആകാൻ കാത്തു നിന്ന കോടാനുകോടി മനുഷ്യന്മാര്, അതിൽ കുറെ നേതാക്കന്മാരുണ്ട്. ഫിറഔനിനെ പോലെ, കാറൂനിനെ പോലെ, ഹാമാനെ പോലെ, ഉബയ്യ് ഇബ്നു ഖലഫിനെ പോലെ, അങ്ങനെ ഒരുപാട് മനുഷ്യ പിശാചുക്കൾ, അള്ളാഹു ഭാഗ്യം കൊടുക്കാത്ത ആൾക്കാർ. അവരൊക്കെ സക്കറാത്തിൽ മൗത്തിന്റെ സമയത്ത് പറഞ്ഞു. ഫിറഔൻ പറഞ്ഞത് വിശുദ്ധ ഖുർആനിലുണ്ട്, കുറച്ച് സമയം കൊണ്ട് റബ്ബേ, ഞാനിപ്പോ വിശ്വസിച്ചിരിക്കുന്ന റബ്ബേ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കറാത്തിൽ മൗത്തിന്റെ സമയത്ത് തൗബ സ്വീകരിക്കുന്ന പ്രശ്നമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും സക്കറാത്തിൽ മൗത്താകാൻ കാത്തുക. എന്താ പറയണത്? പടച്ചോനെ കുറച്ച് സമയം കൊണ്ട് ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, നഷ്ടപ്പെടുത്തിയ അമൽ സാലിഹാത്തുകൾ ഞാൻ ചെയ്തു കൊള്ളാം റബ്ബേ, കുറച്ച് സമയം കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വർത്താനാണ്. അവനതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ സമയത്ത് അവന് ഭീകരമായി കൊണ്ട് അവന് റൂഹിനെ പിടിക്കും. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവർക്ക് ഈ മരണത്തിന് ശേഷം ഒരു ബർസഖ് ഉണ്ട്, കബറുണ്ട്. ഖിയാമത്ത് നാൾ വരെ ആ കബറിൽ അവന് വിചാരണ കാത്തുകെട്ടി അവൻ കിടക്കുന്നു. ആ ഖിയാമത്ത് നാൾ വരെ അവൻ ആ ബർസഖിലായിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയണം. എന്നാലോ മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നൂറിന്റെ 37-38 ആയത്തുകളിൽ പഠിപ്പിക്കുകയാണ്. റിജാലുൻ, പള്ളികളെ കുറിച്ച് പറഞ്ഞപ്പോ, അള്ളാഹുവിന്റെ വീടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ പള്ളികളിൽ ചില ആളുകളുണ്ട്. റിജാലിന് അവിടെ കുറച്ച് റിജാലുകളുണ്ട്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, അവർക്ക് കച്ചവടമോ അതേപോലെ തന്നെ ബിസിനസ്സുകളോ ദുനിയാവിന്റെ കൊള്ളക്കൊടുക്കുകൾ അതൊക്കെ ഉള്ളവരാണ്. സഹാബത്തൊക്കെ നല്ല കച്ചവടക്കാരായിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരാൻ
അവന്റെ കച്ചവടം തടസ്സമായിട്ടില്ല. നേരത്തെ പള്ളിയിലേക്ക് എത്താൻ കച്ചവടം തടസ്സമായിട്ടില്ല. ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിൽ വരണം, അതിന്റെ നിർബന്ധമാണ്, എനിക്ക് വാജിബായിട്ടുള്ള കാര്യമാണ്. ആ സമയം വരെ 12:30 വരെ അല്ലെങ്കിൽ 12:15 വരെ കുളിക്കാതെ നനക്കാതിരിക്കുക. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം എന്നും സ്ഥിരമായി പള്ളിയിലേക്ക് വൈകി വരിക. ജമാഅത്തിന് പള്ളിയിലെത്തുന്നില്ല. നമസ്കാരവുമായി ബന്ധപ്പെട്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവനില്ല. എന്നാൽ അള്ളാഹുവിന് ചില അടിമകളുണ്ട്. എന്താണ്? അവർ പള്ളികളിലാണ്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ. അവർക്ക് അവരുടെ കച്ചവടമോ ദുനിയാവിന്റെ കൊള്ളക്കൊടുക്കുകളോ അവരെ അശ്രദ്ധയിലാക്കിയിട്ടില്ല. നമ്മുടെ വിഷയം എന്താ? അശ്രദ്ധ, മരണത്തെക്കുറിച്ചുള്ള അശ്രദ്ധ. പക്ഷെ ഇവരെ അശ്രദ്ധയിലാക്കിയിട്ടില്ല. അൻദിക്രില്ല, അള്ളാനെ ഓർക്കുന്നതിൽ നിന്നും, വഇഖാമിസ്സലാ, നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നും, വഈതാഇസ് സകാ, സകാത്ത് കൊടുക്കുന്നതിൽ നിന്നും, യഖാഫൂന, അവർ ഭയപ്പെടുന്നു, യൗമൻ തതകല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണും ഭയപ്പെടുന്ന, അന്താളിപ്പോകുന്ന, കണ്ണഞ്ചി പോകുന്ന, അന്താളിച്ചു പോകുന്ന ആ ഭീകരമായ ആ ഖിയാമത്ത് നാളിനെ, പരലോകത്തെ അവർ ഭയപ്പെടുന്നു. ലിയജ്സിയഹുല്ലാഹു അഹ്സന മാ അമിലു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്തതിന്റെ പ്രതിഫലം, അവർ പ്രവർത്തിച്ചതിനെ പൂർണ്ണമായി കൊടുക്കാൻ, വയസീദഹും മിൻ ഫളലി, തീർന്നിട്ടില്ല, അള്ളാന്റെ ഔദാര്യത്തിൽ നിന്നും ധാരാളമായി കൊടുക്കാനും, വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാതെ കൊടുക്കുന്ന ആളാണ്. അപ്പൊ രണ്ട് ചിത്രമാണ് സഹോദരന്മാരെ. ഒന്ന് ദുനിയാവിന്റെ ആൾക്കാരാണ്, ഒന്ന് പരലോകത്തിന്റെ ആൾക്കാരാണ്. ഏത് ബിസിനസ്സിലും ഏത് പ്രവർത്തനങ്ങളിലും ദുനിയാവിന്റെ രസങ്ങളിലും ഹരങ്ങളിലുമാണെങ്കിലും ഹറാമല്ലാത്ത ഏത് രസങ്ങളിലുമാണെങ്കിലും അവിടെയൊക്കെ മരണത്തെക്കുറിച്ച് ഓർത്ത് തന്റെ ഇബാദത്തുകളും തന്റെ ജീവിതവും ഒക്കെ പടച്ചറപ്പ് സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ടതാക്കി ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ കഥയാണ്. അവർക്ക് എവിടുന്നും മരിക്കാം, എങ്ങനെയും ഏത് സാഹചര്യത്തിലും അവർ മരണത്തെ കാത്തു നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് മരണബോധമുണ്ട്. ആ രീതിയിലായിരിക്കണം ഞാനും നിങ്ങളും ഉണ്ടാകേണ്ടത്. ഈ ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത്, ഈ ഒരു വർഷം ദുൽഖഅദ് മാസത്തിന്റെ അവസാനത്തിൽ, അത് കഴിഞ്ഞ് ദുൽഹിജ്ജ കഴിഞ്ഞ വീണ്ടും ഒരു വർഷത്തിലേക്ക് വരികയാണ്. നമ്മൾ ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പൊ ഈ സമയത്തും ഏത് സമയത്തും മരണബോധമുള്ളവരായിരിക്കണം. അവരാണ് യഥാർത്ഥത്തിൽ പരലോകത്തിന്റെ ആളുകൾ, പരലോകത്തിന് യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി ഒരുക്കുന്ന ആളുകൾ എന്നാണ് വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വിജയിക്കുന്ന, രണ്ട് ലോകത്തും വിജയം ഭരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ലക്ഷ്യം മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാവങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وأدخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.